ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിനുള്ള വിദ്യാർത്ഥികളുടെ ഭോപ്പാലിലേക്കുള്ള യാത്രയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ഉച്ചയ്ക്ക് യാത്ര പുറപ്പെടേണ്ട 20-അംഗ ടീമിൽ ട്രെയിൻ ടിക്കറ്റ് ലഭിച്ചത് 2 പേർക്ക് മാത്രം. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധവുമായി എത്തിയതോടെ കായിക താരങ്ങൾക്ക് വിമാനയാത്ര ഒരുക്കി വിദ്യാഭ്യാസ മന്ത്രി. സംഘാടന മികവിൽ കായികമേള സംഘടിപ്പിച്ചതിന് എല്ലാവരും പ്രശംസിക്കുമ്പോഴും കായിക താരങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോഴും പരിഗണന കടലാസിൽ മാത്രം. ഇതിന്റെ മറ്റൊരുദാഹരണമാണ് ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിനായി എറണാകുളത്ത് നിന്നും പുറപ്പെടേണ്ട വിദ്യാർത്ഥികൾക്ക് ട്രെയിൻ യാത്ര മുടങ്ങിയത്. നമ്മളോട് ഈ ടീം ഈ ജൂനിയർ സീനിയർ കേരള ടീം സെലക്ട് ചെയ്ത് ടീമിൽ പെട്ടവരോട് 3 ദിവസത്തെ ക്യാമ്പിന് വരാൻ പറഞ്ഞ ക്യാമ്പിന് വന്നു. നിങ്ങൾ ഇത്രാം തീയതിയാണ് പോകുന്നത്, അന്ന് വരുമ്പോൾ ഇതിൻ്റെ അധികൃതരാണല്ലോ, അവരാണല്ലോ എടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. ഇവരെ ശരിയാക്കേണ്ട രേഖകൾ ശരിയാക്കാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം കൃത്യമായി ഞങ്ങളെല്ലാം നേരത്തെ റെഡിയാക്കിക്കൊണ്ട് വന്നു. ഇന്ന് 1:15 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിന് പോകേണ്ടതായിരുന്നു. അങ്ങനെ നമ്മൾ ലീവൊക്കെ എടുത്തു കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മധ്യപ്രദേശ് വരെ പോകേണ്ടതല്ലേ, നർമ്മദാപുരത്തല്ലേ. കുട്ടികൾക്ക് ഒരു സീറ്റില്ലാതെ എങ്ങനെ പോകും, ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ പോകും? ടിക്കറ്റ് പോലും ഓക്കെ ആയിട്ടില്ല. 12 മണി തൊട്ട് തിരുവനന്തപുരത്തുനിന്ന് വന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ 12 മണിക്ക് മുതൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരമായിട്ട് അവർ ഭക്ഷണം കഴിക്കാനോ അതിനും ഇതിനും ഒന്നിനും പോയിട്ടില്ല. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഗേൾസ് ഉണ്ട്, അപ്പോൾ അറിയാമല്ലോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കുകയാണ്. അവരുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ ദേശീയ തലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത കുട്ടികൾക്ക് ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കടുത്ത മാനസിക വിഷമമാണ് ഉണ്ടാക്കിയത്. വെയിറ്റിംഗ് ലിസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടായി, പക്ഷേ സമയമാകുമ്പോൾ അത് നമ്മൾ റെഡി ആയിക്കോളാം, നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 2 കൺഫേം ആയിട്ടുള്ളൂ. ലീഗ് കളിച്ചു. ലീഗ് 9 പേരൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ ഇങ്ങനെ ലീഗ് മാറി എല്ലാവരുമായിട്ടും കളിക്കണം. ഓരോ കളി വെച്ച് കളിച്ച് കയറിയാണ് ഞങ്ങൾ ഓരോ ആൾക്കാർക്ക് ഓരോ പോയിന്റ് ഇട്ട് ഇങ്ങനെ 5 പേരെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇങ്ങനത്തെ അവസ്ഥയാണ്. ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകളോളം റെയിൽവേ സ്റ്റേഷനിൽ തുടർന്ന വിദ്യാർത്ഥികൾ ദേശീയ ചാമ്പ്യൻഷിപ്പ് ഒഴിവാക്കാൻ വരെ തീരുമാനമെടുത്തു. എന്നാൽ അവസാന നിമിഷം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഇടപെടലിൽ മുഴുവൻ കുട്ടികൾക്കും വിമാനയാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാൻ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡെപെക്കിന് നിർദ്ദേശം നൽകി. നാളെയാണ് വിദ്യാർത്ഥികൾ ഭോപ്പാലിലേക്ക് തിരിക്കുക. ന്യൂസ് മലയാളം, കൊച്ചി.